ഹേയ് ഗായ്സ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊടൈക്കനാൽ മീഡിയ വിസിറ്റിന് പോയി. വണ്ടി കയറിയപ്പോൾ മുതൽ എല്ലാവരും ഒരേ വൈബായിരുന്നു. രാവിലെ ഒരു 5 മണി 5:30 ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, എന്താണ് കോഴിക്കോട് കൊടൈക്കനാലും പോയത്? രണ്ട് ബന്ധമില്ലാത്ത സ്ഥലങ്ങളാണല്ലോ. കോഴിക്കോട് ഞങ്ങൾ മീഡിയ വിസിറ്റിനായിട്ട് മാതൃഭൂമിയുടെ സെൻറ്ററിലായിരുന്നു പോയത്. കൊടൈക്കനാൽ ഞങ്ങൾ ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവസാനം മാതൃഭൂമിയുടെ സെൻറ്ററിലെത്തി. മാതൃഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് മെഷീൻസും ഒക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ മീഡിയ സ്റ്റുഡൻസും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീഡിയോ എടുക്കാനും അത് പുറത്ത് കാണിക്കാനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം വീഡിയോ അവിടെ നിന്ന് എടുക്കാനോ എടുത്ത വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനോ പറ്റില്ല. ഒരു പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എഫേർട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ പത്രത്തിൻ്റെ കോസ്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവിടുന്ന് ഒത്തിരി ഡിസ്കസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് കൊടൈക്കനാലിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഇരിക്കുന്നതാണ് നിത്യ മിസ്സും നമിത മിസ്സും. ഇവർ ഇത്ര വൈബാണെന്ന് ഞങ്ങൾ ഈ ടൂറോടുകൂടിയാണ് മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾ പാലക്കാട് പഴനി ആ റൂട്ടിലായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾ ദൂരേന്ന് ഇങ്ങനെ പഴനിമല കണ്ടു. ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നമ്മൾ ദൂരേന്നാണ് കണ്ടതെങ്കിലും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ചെറിയ പേടി ഉണ്ടായിരുന്നു, അവിടെ ഫുഡ് കഴിച്ചാൽ ഫുഡ് ഇൻഫെക്ഷനൊക്കെ അടിക്കുമെന്ന്. പക്ഷേ നല്ല ഫുഡായിരുന്നു. ഈ ആൻറ്റിയുടെ കടയിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അപ്പുറമുള്ള തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അതിലേക്കൂടെ നടന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ വീടുകളും ഒക്കെ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ടായിരുന്നു. നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വൈബായിരുന്നു അവിടുത്തെ വീടുകളെല്ലാം. ഞങ്ങൾ രാത്രി ആ ബാൽക്കണിയിൽ നിന്ന് അതൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു കയറിയത്. രാത്രിയിൽ ഞങ്ങൾ ഗേൾസ് എല്ലാം നല്ല അടിച്ച് പൊളിച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീഡിയോയിൽ നല്ല വെയിലടിക്കുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ലായിരുന്നു. പിന്നെ പുറത്തോട്ടും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും പറയണ്ട, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ജാക്കറ്റ് ഇടാൻ തോന്നുന്നുമില്ല, ജാക്കറ്റ് ഇടാതെ നിൽക്കാൻ പറ്റുന്നുമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കൊടൈക്കനാൽ കാണാനായിട്ടുള്ള യാത്ര ആരംഭിച്ചു. ഈ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഞാൻ പോർട്രേറ്റിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു 30 മിനിറ്റിനടുത്തുണ്ട്. ഞാനതെങ്ങനെയോ എഡിറ്റ് ചെയ്തൊരു 10, 11, 12 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇത് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ ഈ 11.5 മിനിറ്റ് ഞാൻ എങ്ങനെ ഷോർട്ടാക്കി എത്ര എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും? അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ലോങ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് പബ്ലിക്കലി വീഡിയോ എടുക്കാനൊക്കെ ചെറിയൊരു നാണക്കേടുണ്ട്. എന്നെ ആരെങ്കിലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ ക്യാമറയൊക്കെ എടുത്തങ്ങ് മാറ്റും. സാരില്ല, ശീലമാകുമ്പോൾ എല്ലാം മാറിക്കോളും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയ്ക്കും കുറച്ച് ആട്ടങ്ങളും കുലുക്കങ്ങളും കൂടുതലായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ ഓരോ സ്ഥലവും വിസിറ്റ് ചെയ്യാൻ പോകാൻ നേരത്ത് അവിടെ വഴിയിൽ ഇങ്ങനെ ഇതേപോലെ ഒരുപാട് മാർക്കറ്റ് ഏരിയാസ് ഉണ്ട്. അവിടെ ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഭയങ്കര പൈസയാണ് അവർ പറയുന്നത്. നമുക്ക് ബാർഗെയിൻ ചെയ്യാനും വിലപേശാനൊക്കെ നല്ല കഴിവുണ്ടെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ ചെറിയ വിലയ്ക്ക് മേടിച്ചെടുക്കാം. പക്ഷേ ദൈവം കനിഞ്ഞ് എനിക്ക് ആ കഴിവ് വലിയ കാര്യമായിട്ട് ദൈവം തന്നിട്ടില്ല. സോ കുറച്ചൊക്കെ എനിക്ക് വില കുറച്ച് കിട്ടി. പക്ഷേ വലിയ വിലക്കുറവൊന്നും എനിക്ക് കിട്ടിയില്ല. ആ വിലക്കുറവിൽ പോലും അവർക്കാണ് ലാഭം കൂടുതൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊക്കെ ചെറിയ കച്ചവടക്കാരല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാനത് മേടിച്ചു. പക്ഷേ അങ്ങനെയൊക്കെ മേടിക്കാൻ നിന്നാൽ ഒന്നും മുതലാവില്ലാത്തൊരു സ്ഥലമാണ് കൊടൈക്കനാൽ. കാരണം നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഒത്തിരി എസ്തെറ്റിക് സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നും. എല്ലാത്തിനും തീ വിലയാണ് താനും. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ചിലരെടുക്കണ്ടെന്ന് പറഞ്ഞു, ചിലരെടുത്തോളാൻ പറഞ്ഞു. ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച ശേഷം പില്ലർ റോക്കിൻ്റെ അടുത്തേക്കാണ് പോയത്. ഞങ്ങൾ ആദ്യം ആ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുന്ന് വൈനൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ വണ്ടി കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് 2 പേർക്ക് കിട്ടിയത് വൈനും ബാക്കിയുള്ളവർക്ക് കിട്ടിയത് എന്തോ ഒരു ആയുർവേദിക് പ്രോഡക്റ്റും ആയിരുന്നു. മുന്തിരിയുടെ തന്നെ വൈനല്ലാത്ത വേറെ എന്തോ ആയിരുന്നു അത്. പിന്നെ നമ്മൾ അവിടുന്ന് പില്ലർ റോക്കൊക്കെ കണ്ടു. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. നമുക്ക് അവിടുന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഭയങ്കര കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ അത് കഴിഞ്ഞ് ഗുണ കേവിലേക്ക് വിട്ടു. കൊടൈക്കനാലിൽ എത്തിയപ്പോൾ മുതൽ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നത് ഈ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന വേരുകളൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കുരങ്ങന്മാരുള്ളൊരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ പേഴ്സോ ബാഗോ ഒന്നും നമുക്ക് അവിടെ സേഫായിട്ട് കൊണ്ടുവന്ന് നടക്കാൻ പറ്റത്തില്ല. ഇവന്മാരിതെല്ലാം അടിച്ചുകൊണ്ട് പോകും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ ഗുണ കേവിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ വേരിലൊക്കെ ചവിട്ടിപ്പിടിച്ച് കയറി അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു. അങ്ങോട്ട് കയറിയപ്പോൾ കുരങ്ങന്മാരെക്കാളും സ്പീഡിൽ ഞാൻ കയറിപ്പോയായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പേരുടെ ഹെൽപ്പൊക്കെ വേണ്ടി വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്ന സ്ഥലത്തൊക്കെ കുരങ്ങന്മാർ ചാടി ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം പേടിച്ചാണ് അവിടെ നിന്നത്. മഞ്ഞുമൽ ബോയ്സിൽ അവരെല്ലാം വേലി ചാടി അപ്പുറം കിടക്കുന്നുണ്ടല്ലോ, ആ വേലിയാണിത്. ശരിക്കും പറഞ്ഞാൽ ആ വേലിക്കപ്പുറം കാണുന്നത് വലിയൊരു കൊക്ക പോലത്തെ സ്ഥലമാണ്. ഭയങ്കര വലിയ കുഴിയാണ്. അവിടെ നിന്നെങ്ങാനും കാല് തെറ്റിയൊന്നും താഴോട്ട് പോയാൽ തീരും. പിന്നെ ബേസിക്കലി നമുക്കൊരു റിലാക്സിങ് ഫീല് തരുന്ന ഒരു ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണിത്. ശരിക്കും നമ്മൾ പ്രകൃതി കാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപമാണ് അവിടെ ആക്ച്വലി നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ കുരങ്ങന്മാരുള്ളതുകൊണ്ട് അതൊട്ടും സേഫ് അല്ല. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഒരു കൊച്ചിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോകുന്നതാണ് ഈ കാണുന്നത്. ആൾ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. കക്ഷി അവിടെ ചെന്ന് ബാഗൊക്കെ തുറന്ന് അതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം താഴോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവസാനം ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ ഇട്ട് കൊടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ താഴോട്ടിറങ്ങി വന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും, ഈ കമ്പിവേലിയുടെ അപ്പുറം അങ്ങോട്ട് ഈ കെട്ടി മറച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഭയങ്കര ആഴമുള്ള കൊക്കകളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ അത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ, അവിടെ പൈൻ മരങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ 15 വെറൈറ്റീസ് ഓഫ് പൈൻ മരങ്ങളുണ്ട്. പക്ഷേ നമുക്കതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ അവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയൊന്നുമില്ല, പക്ഷെ മൊത്തത്തിൽ രസമായിരുന്നു. ബേസിക്കലി കൊടൈക്കനാൽ ചെന്നപ്പം മുതൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ കൊടൈക്കനാലിൽ നമ്മൾ കണ്ടത് മുഴുവൻ ഭയങ്കര പ്രകൃതിയുടെ അത്ഭുതങ്ങൾ മാത്രമായിരുന്നു. ഒത്തിരി നടന്നങ്ങ് കുറച്ച് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. ഇവന്മാർ ഭയങ്കര കമ്പനിയായിരുന്നു. പ്രത്യേകിച്ച് മുന്നേ പരിചയമില്ലാഞ്ഞിട്ട് തന്നെ നമുക്ക് ഇവന്മാർ നമ്മുടെ വീടിനടുത്തുള്ള ഏതോ പയ്യന്മാരെ പോലെയൊക്കെ തോന്നി. പിന്നെ ഞാൻ വണ്ടി കയറി കാട്ടുള്ളിയൊക്കെ വലിച്ചു. തലവേദനയൊക്കെ മാറാൻ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. എൻ്റെ ബ്രെയിനിൻ്റെ അകത്തോടെ പുകയൊക്കെ കയറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. കണ്ണിക്കൂടെ വെള്ളമൊക്കെ വന്ന് ഒരുമാതിരി തലയടിച്ച് വീണ ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും രാവിലെ ഫുഡ് കഴിക്കാൻ പോയടത്തോട്ട് തന്നെ പോയി. അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ലേക്ക് കാണാൻ വേണ്ടി പോയി. ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ വെയിലടിച്ച് നല്ല കരിഞ്ഞ് നിൽക്കേണ്ട സമയത്താണ് നമ്മൾ കൊടൈക്കനാലിൽ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ ജാക്കറ്റ് ഇടാൻ എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ അറിയാണ്ട് ജാക്കറ്റ് ഇട്ട് പോയി. കാരണം അമ്മാതിരി തണുപ്പായിരുന്നു. പിന്നെ ഫെബിൻ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ്ടോ പോയിട്ട് ആ പുറകെ ഒരു കുഞ്ഞി പട്ടി വന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കുഞ്ഞു പട്ടിക്കുട്ടനായിരുന്നു. അവൻ കുറച്ച് നേരം നമ്മുടെ കൂടെ നിന്ന് കളിച്ചു. പക്ഷേ നമുക്ക് പോകാൻ സമയമായതുകൊണ്ട് നമ്മൾ വേഗം പോയി. ഈ ലേക്കിൻ്റെ അടുത്തും ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഒത്തിരി എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എന്ത് കണ്ടാലും വാങ്ങാൻ തോന്നും. പക്ഷെ എല്ലാത്തിനും 200, 300, 500 രൂപയൊക്കെയാണ്. അവിടുന്ന് നമ്മൾ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മെയിനായിട്ടും ഇഷ്ടപ്പെട്ടത് സൈക്ലിംഗ് ആയിരുന്നു.
ഞാനൊരു 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അതുവരെ ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടുള്ളൂ. അതും ബാലൻസ് വീലുള്ള സൈക്കിളൊക്കെ ആയിരുന്നു. ഒരു 3ാം ക്ലാസ്സിനൊക്കെ ശേഷം ഇത്രയും നാൾ കൂടി ആദ്യമായിട്ടാണ് ഞാൻ സൈക്കിളിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഓടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞങ്ങൾ ഗേൾസ് എല്ലാം സൈക്കിളിൽ കയറിയായിരുന്നു. ആ ലേക്കിന് ചുറ്റും 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് മൊത്തം ഓടിച്ച് പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങോട്ട് പോയപ്പോഴും ഈ ഷോപ്സൊക്കെ കണ്ട് വായിൽ വെള്ളം ഇറക്കി നിന്നു. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ആ ഷോപ്പെല്ലാം കണ്ടപ്പോൾ ആ പുറകെ എല്ലാം കയറാൻ നോക്കി. അവസാനം ടീച്ചേഴ്സാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ പിടിച്ച് വണ്ടിയെ കൊണ്ടുവന്നിട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വാട്ടർഫോൾസൊക്കെ കാണാൻ വേണ്ടി പോയി. ശരിക്കും വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു. കാരണം മുന്നേ കണ്ട സ്ഥലങ്ങളൊക്കെ കുറച്ച് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയെ കയറി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഫുള്ള് വൈബായിരുന്നു. ഈ ജെഫിൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവർ കളിക്കുന്നൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.